പത്തനംതിട്ടയിലാകെ അളക്കലും പ്രതിഷേധവും ഒക്കെയായി കുറച്ച് ദിവസങ്ങളായി സംഭവ ബഹുലമാണ്. ഓട നിർമ്മാണത്തിന്റെ അലൈൻമെന്റ് മാറ്റിയെന്ന ആരോപണമുയർന്ന പത്തനംതിട്ട കൊടുമണ്ണിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസ് നേതാക്കളും തമ്മിലാണ് വാക്കുതർക്കമുണ്ടായത്. കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശത്തെ റോഡിന്റെ വീതി മന്ത്രിയുടെ ഭർത്താവ് പോയി അളന്നതാണ് സംഘർഷത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിച്ചത്. തന്റെ കെട്ടിടത്തിന്റെ മുൻവശത്ത് റോഡ് നിർമ്മാണം അലൈൻമെന്റ് പ്രകാരമുള്ള 12 മീറ്റർ വീതിയിലാണ് നടക്കുന്നതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജോർജ് ജോസഫ് പറയുന്നുണ്ട്. എന്താണ് ഇന്നവിടെ സംഭവിച്ചത് നോക്കാം. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള പത്തനംതിട്ട കൊടുമണ്ണിലെ കെട്ടിടത്തിന് മുന്നിലെ ഓട് നിർമ്മാണത്തിലെ അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. ഇവിടെ റോഡ് നിർമ്മാണം 12 മീറ്റർ വീതിയിലാണ്, അതായത് 2 വശത്തും ഓട് ഉൾപ്പെടെ 12 മീറ്റർ വീതി. യഥാർത്ഥത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് എതിർവശത്തെ ഈ റോഡിന് 12 മീറ്റർ വീതിയുണ്ടോ? നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ എതിർവശത്തു നിന്നും കൃത്യമായി 12 മീറ്റർ ദൂരത്തിൽ ഇവിടെ ഓടയുടെ ഒരറ്റമുണ്ട്. അതായത് അധികൃതർ പറയുന്നത് പോലെ ഈ ഭാഗത്ത് ഇരുവശത്തും ഓട ഉൾപ്പെടെ 12 മീറ്റർ വീതിയിലാണ് ഇവിടെ ഇപ്പോൾ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഈ 12 മീറ്റർ വീതി കഴിഞ്ഞ് ഏതാനും ചുവടുകൾക്ക് അപ്പുറമാണ് മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ കെട്ടിടം. ഈ കെട്ടിടത്തിൻ്റെ എതിർവശത്താണ്, ആ ഭാഗത്തു കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാരിൻ്റേതായി ഭൂമിയുള്ളത് 17 മീറ്റർ വീതിയിലാണ്. അതായത് ഈ ഓട ഇരിക്കുന്ന 12 മീറ്റർ കഴിഞ്ഞ് വീണ്ടും 5 മീറ്റർ വീതി കൂടി ഇങ്ങോട്ടേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ 5 മീറ്റർ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണം എന്നാണ് കൊടുമൺ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ആവശ്യമെന്നുള്ളത്. പക്ഷേ മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ആ പ്രോപ്പർട്ടിയിൽ മാത്രമാണ് ഈ കാണുന്ന ടൈൽ ഉൾപ്പെടെ ഇട്ടിരിക്കുന്നത്. ഒരു കയ്യേറ്റവും ഇവിടെ നടന്നിട്ടില്ല. മറ്റൊന്ന്, ഈ 12 മീറ്റർ കഴിഞ്ഞ് ബാക്കിയുള്ള 5 മീറ്ററിൽ എന്ത് ഇവിടെ നിർമ്മിക്കണം എന്നുള്ളത് അധികാരികളാണ് തീരുമാനിക്കേണ്ടത്. അതിന് തനിക്ക് എതിർപ്പില്ല എന്നും മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഈ ഒരു ഓടയുടെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ആ ഒരു ആരോപണത്തിന് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. അതായത് അത്തരത്തിലുള്ള ഒരു സ്വാധീനവും താൻ ചെലുത്തിയിട്ടില്ല. ഇതിന് സമീപത്ത് തന്നെ ഏതാനും മീറ്ററുകൾ മാറി കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസുണ്ട്. ആ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിൽക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് ആരോപിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഭൂമി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അളന്ന് അതിൻ്റെ ടേപ്പ് വെച്ച് തന്നെ എത്ര മീറ്റർ വീതിയുണ്ട് എന്ന് കാണിച്ചു തന്നതിന് ശേഷം പിന്നീട് കോൺഗ്രസ് ഓഫീസിൻ്റെ മുൻവശത്തേക്ക് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഇരുന്നു. അതിനുശേഷം അവിടെയും റോഡ് അളക്കാനുള്ളൊരു ശ്രമമാണ് നടന്നത്. പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് എതിർത്തു. അവിടെ ചെറിയൊരു സംഘർഷമുണ്ടായി. ഈ ടേപ്പുമായി അവിടെ അളക്കാൻ ചെന്ന ആളുകളെ ഉന്തിയും തള്ളിയും ബലം പ്രയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റി. അതിനുള്ള മറുപടി മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് നൽകിയത് ഏതൊരു പൗരനും റോഡ് അളക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? റോഡ് അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. എൻ്റെ കെട്ടിടത്തിൻ്റെ മുൻവശം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അളക്കാം. ഏത് പൗരന് വേണമെങ്കിലും അളക്കാം. ഞാൻ അവിടേക്ക് വരാം. ഇവിടെ അളക്കുമ്പോൾ ആരാണ് ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയക്കുന്നത്? ഞാൻ ഭയമില്ലാതെ നിൽക്കുകയല്ലേ? എപ്പോൾ വേണമെങ്കിലും അളന്നു. ഇനിയിപ്പോൾ റവന്യൂ അധികാരികളാണ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.